അങ്ങനെ മണാലിയിലോട്ടുള്ള യാത്രയിലാണ്. രാത്രി ഡൽഹിയിൽ നിന്ന് പോകുന്നതാണ്. ഉയരം കൂടുന്നതോറും തണുപ്പ് ഇങ്ങനെ കൂടിയോടുക്കുക. എന്താ തണുപ്പ് ഐസ് ഫാക്ടറി അത്. അങ്ങനെ അവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് വീണ്ടും വണ്ടി കയറി സ്പൾബർ മുന്നോട്ട് വേണ്ടിക്കൊണ്ട് നമ്മൾ സൈഡിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നു. സൈഡിലുള്ള പർവ്വതങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവാ ഞങ്ങൾ. അങ്ങനെ സ്പൾബർ വണ്ടി എടുത്ത് റിവർ റാഫ്റ്റിംഗ് എടുത്ത വൈകുന്നേരം വരെ ഈ റിവർ റാഫ്റ്റിംഗ് ഇനി ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഗോപ്രോയിൽ എടുത്ത കുറച്ച് വിഷ്വൽസ് അവിടെ കാണിക്കുന്നത്. ഗോപ്രോയിലുള്ള വിഷ്വൽസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചാർജ് ഈടാക്കൂട്ടോ. പിന്നെ റിവർ റാഫ്റ്റിംഗിന് ഒരാൾക്ക് വരുന്നത് പെർ ഹെഡ് 500 rupees ആണ്. അതിന് വെറുത്താന്ന് ഞാൻ പറയും, കാരണം 9 കിലോമീറ്ററോളം ഉണ്ട് ടോട്ടൽ. അത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞ് മണാലി ടൗണിലെത്തി. ഇനി ഇവിടുന്നാട്ട് വലിയ വണ്ടികൾ പോകില്ല, only ചെറിയ വണ്ടികൾ. So as well as direct shift to ചെറിയ വണ്ടി and go to hotel and check in, eat food and go to next destination. ആ ഡെസ്റ്റിനേഷൻ ആണ് ഹഡിംബ ടെമ്പിൾ. അത് മണാലി ടൗണിലാണ്. ഗേൾസിന് കപ്പിൾസിനൊക്കെ വല്ല ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കട്ടോ. വെറും 50 രൂപ ഉള്ളു ഇവിടുന്ന്. ഒരു മിനിറ്റൊക്കെ വരെ ഒരാള് അങ്ങനെ ഉദ്ദേശിച്ചത്. ഓക്കെ കിട്ടീന്. ഓക്കെ അവിടുന്ന് പിന്നെ നേരെ പോയത് മണാലി ടൗണിൽ മാൾ റോഡ് കാട്ടോ. അവിടെയാണ് ഈ ഷോപ്പിംഗ്, ഫുഡ് സ്ട്രീറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നൈറ്റ് കുറെ നേരം അവിടെ നിന്ന് പിന്നെ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. ഹോട്ടലിലെത്തി ഫുഡൊക്കെ കഴിച്ചു. അവിടെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യ മാത്രമായിട്ട് കിട്ടുക. ഈ പനീർ, പറാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇനിയിപ്പോ നാളെ മണാലിക്ക് പോകണം. അപ്പൊ വേഗം ചാച്ചു തുറക്കട്ടെ. നിനക്കെന്താ പേടിയുണ്ടോ? ഹേയ്, വേണമെങ്കിൽ കർട്ടൻ അടച്ചേക്കാം. വേണ്ട, തുറന്നു കിടക്കട്ടെ. മിന്നലിന്റെ ചിത്രപ്പണികൾ കാണാമല്ലോ. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. പേടിയുണ്ടല്ലേ? നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല. നീ വിളിച്ച് നല്ല പേടിയുണ്ടെങ്കിൽ ചേർന്ന് കിടന്നോ. നീ പറഞ്ഞ നന്നായി. ഞാൻ പേടി മറന്ന് കിടക്കായിരുന്നു. ഈശ്വര രക്ഷിക്കണേ. എന്താ പുല്ലേ? ഗുഡ് നൈറ്റ് പറയാൻ മറന്നുപോയി. ഗുഡ് നൈറ്റ്.